നമുക്കറിയാം, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിക്കുന്ന ഒരു ദൈവ പൈതൽ അനുതാപ ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ ഞാൻ ഒരു പാപിയാണേ എന്നുള്ള അനുതാപ ഹൃദയത്തോടെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു വലിയ ഉടമ്പടി ബന്ധത്തിലേക്ക് ഒരു ദൈവ പൈതൽ പ്രവേശിക്കുകയാണ് സ്നാനപ്പെടുക എന്ന് പറയുമ്പോൾ. സ്നാനപ്പെടുമ്പോൾ ഒരു ദൈവ പൈതലിനെ നോക്കി, നിനക്ക് ഞാൻ കാറ് തരാം, വീട് തരാമെന്നൊന്നും അല്ല യേശു പറഞ്ഞത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഇറങ്ങി പുറപ്പെടുന്നതും ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ട് കർത്താവിന്റെ കൈ പിടിച്ച് പുറപ്പെടുമ്പോൾ ഒറ്റ പ്രതീക്ഷയുള്ളൂ, ജീവകിരീടം എനിക്ക് പ്രാപിക്കണം. ഇന്ന് പലയിടത്തും പലരും സ്നാനപ്പെടുന്നത് ഈ ദർശനത്തോടൊന്നുമല്ല. എനിക്ക് കാറ് വേണം, അല്ലെ വീട് വേണം, മറ്റെന്തെങ്കിലുമൊക്കെ ലോകത്തിന്റെ വേണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. എന്നാൽ ഇതൊന്നും കർത്താവ് തരത്തില്ലെന്നല്ല, ഇതൊന്നും പാപവുമല്ല. അവൻ ചോദിക്കുന്ന എല്ലാവർക്കും കൊടുപ്പാൻ തക്കവണ്ണം സമ്പന്നൻ തന്നെയാ. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്തുവാ? നാം എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടെ? ജീവകിരീടം പ്രാപിക്കുവാൻ. അതിന്റെ മുമ്പുള്ള വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ചിലരെ 10 ദിവസം തടവിലാക്കാനും ഉപദ്രവം, കഷ്ടതയൊക്കെ കടന്നു വരും. പക്ഷേ ഭാരപ്പെടണ്ട, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ ഒരു കിരീടമുണ്ട്. അത് പ്രാപിക്കുവാൻ നീ വിശ്വസ്തനായിരിക്കുക.